ഒരേ നഗരത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികളിലും ജീവനക്കാർക്ക് സേഫ്റ്റി ഹെൽമെറ്റ് ഉണ്ട്, സേഫ്റ്റി ഷൂസ് ഉണ്ട്, റിഫ്ലക്റ്റീവ് വെസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും ടൂൾ ബോക്സ് സ്റ്റോക്സും ഉണ്ട്. എന്നിട്ടും ഒരു കമ്പനിയിൽ ഒരു വർഷം മുഴുവനും ഒരു അപകടം പോലും സംഭവിക്കുന്നില്ല. മറ്റൊരു കമ്പനിയിൽ ചെറിയ അപകടങ്ങൾ മുതൽ ഗുരുതരമായ അപകടങ്ങൾ വരെ തുടർച്ചയായി സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒരുപോലെ, ട്രെയിനിങ് ഒരുപോലെ, റൂൾസ് പോലും ഏകദേശം ഒരുപോലെ. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഉത്തരം ഒരൊറ്റ കാര്യത്തിലാണ്. അവർ പ്രവർത്തിക്കുന്ന സാഹചര്യത്തെ അഥവാ കോണ്ടെക്സ്റ്റ് അവർ ശരിയായി മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ISO 45001 ആദ്യത്തെ പ്രധാന റിക്വയർമെന്റ് ആയ ക്ലോസ് 4 നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തെ മനസ്സിലാക്കൂ, അതിനുശേഷം മാത്രമേ സുരക്ഷയെ ശരിയായി നിയന്ത്രിക്കാൻ കഴിയൂ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ആൽബിൻ പോൾ. ISO 45001 കംപ്ലീറ്റ് ട്രെയിനിങ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ സീരീസ് പ്രത്യേകിച്ച് തയ്യാറാക്കിയിരിക്കുന്നത് സേഫ്റ്റി ഓഫീസേഴ്സ്, HSE എഞ്ചിനീയേഴ്സ്, ക്വാളിറ്റി പ്രൊഫഷണൽ, ഇന്റേണൽ ഓഡിറ്റേഴ്സ്, സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ISO സ്റ്റാൻഡേർഡിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സ്, മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് എന്നിവർക്ക് വേണ്ടിയാണ്. ISO സ്റ്റാൻഡേർഡ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം ആണല്ലോ. പക്ഷേ ഈ സീരീസിൽ നമുക്ക് ISO സ്റ്റാൻഡേർഡ്സിനെ ഒരു കഥ കേൾക്കുന്നത് പോലെ ലളിതമായ ഭാഷയിൽ ജീവിതത്തിലെ യഥാർത്ഥ ഉദാഹരണത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കാം. ക്ലോസ് 4 എന്തുകൊണ്ട് ആദ്യമായി വരുന്നു? ഒരു വീട് നിർമ്മിക്കുന്നു എന്ന് കരുതുക. ആദ്യം എന്താണ് ചെയ്യുക? ഇഷ്ടിക വാങ്ങുമോ? സിമന്റ് വാങ്ങുമോ? അല്ല, ആദ്യം ഭൂമി പരിശോധിക്കും. മണ്ണിന്റെ ശക്തി, വെള്ളപ്പൊക്ക സാധ്യത, ചുറ്റുപാടുകൾ, റോഡ് ആക്സസ്, ക്ലൈമറ്റ് ഇവയെല്ലാം പഠിച്ച ശേഷമാണ് എഞ്ചിനീയർ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നത്. ISO 45001 അതുപോലെയാണ്. സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എഴുതുന്നതിന് മുമ്പ്, റിസ്ക് അസസ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ്, ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് സ്ഥാപനം ആദ്യം ഒരു കാര്യം ചോദിക്കണം: നമ്മുടെ സ്ഥാപനത്തിന്റെ സേഫ്റ്റി പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ക്ലോസ് 4.1 പ്രധാന ലക്ഷ്യം. ഒരു ചെറിയ കഥ നോക്കാം. ഒരു ഷിപ്പിംഗ് കമ്പനിയെ കുറിച്ച് ചിന്തിക്കൂ. അവർക്ക് വളരെ വലിയൊരു കപ്പലുണ്ട്. കപ്പലിൽ മികച്ച എഞ്ചിൻ ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ ഉണ്ട്, നാവിഗേഷൻ സിസ്റ്റവും ഉണ്ട്. എന്നിട്ടും ക്യാപ്റ്റൻ കടലിലെ കാലാവസ്ഥ പരിശോധിക്കാതെ യാത്ര ആരംഭിച്ചാൽ എന്ത് സംഭവിക്കും? സ്റ്റോം വന്നാൽ, സ്ട്രോങ് കറന്റ് വന്നാൽ, സീ റൂട്ട് ബ്ലോക്ക് ആയാൽ, എഞ്ചിൻ നല്ലതായാലും ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കുകയില്ല. അതിനാൽ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ പുറത്തെ സാഹചര്യവും കപ്പലിന്റെ ഉള്ളിലത്തെ അവസ്ഥയും രണ്ടും പരിശോധിക്കണം. ISO 45001 പറയുന്നതും ഇതുതന്നെയാണ്. ISO വളരെ ലളിതമായി പറയുന്നത് ഇതാണ്: സ്ഥാപനം അതിന്റെ ലക്ഷ്യത്തെ ബാധിക്കുന്ന ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ വിജയത്തെ ബാധിക്കുന്ന ഇന്റേണൽ ഇഷ്യൂസും എക്സ്റ്റേണൽ ഇഷ്യൂസും തിരിച്ചറിയണം. ഇവിടെയാണ് എല്ലാവർക്കും ഒരു സംശയം വരുന്നത്: ഇന്റേണൽ ഇഷ്യൂസ് എന്താണ്? എക്സ്റ്റേണൽ ഇഷ്യൂസ് എന്താണ്? നമുക്ക് ഓരോന്നായി നോക്കാം. എക്സ്റ്റേണൽ ഇഷ്യൂസ് എന്നത് സ്ഥാപനത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്, നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തവ. പക്ഷേ അവ നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കും. ഉദാഹരണത്തിന്, ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇനി എല്ലാ കെമിക്കൽ ഇൻഡസ്ട്രീസിലും ഒരു പുതിയ എക്സ്പോഷർ ലിമിറ്റ് പാലിക്കണം. കമ്പനിക്ക് അത് ഫോളോ ചെയ്യേണ്ടി വരും. ഇതാണ് എക്സ്റ്റേണൽ ഇഷ്യൂ. മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു ഓട്ടോമോട്ടീവ് കമ്പനിക്ക് പുതിയ ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമർ പറഞ്ഞു, ISO 45001 സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കോൺട്രാക്ട് ലഭിക്കുകയില്ല. അതും എക്സ്റ്റേണൽ ഇഷ്യൂ ആണ്, കാരണം കസ്റ്റമർ റിക്വയർമെന്റ് ആയി മാറി. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഉദാഹരണം നോക്കാം. മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. സമ്മർ സീസണിൽ ടെമ്പറേച്ചർ 50 ഡിഗ്രി വരെ എത്തും. ഹീറ്റ് സ്ട്രെസ്, ഡീഹൈഡ്രേഷൻ, ഹീറ്റ് സ്ട്രോക്ക് ഇവ എല്ലാം വലിയ സേഫ്റ്റി റിസ്ക് ആണ്. ക്ലൈമറ്റ് ഒരു എക്സ്റ്റേണൽ ഇഷ്യൂ ആണ്. ടെക്നോളജിയിൽ നോക്കാം. ഇന്ന് ഡ്രോൺ ഇൻസ്പെക്ഷൻ വരുന്നു, AI ക്യാമറ വരുന്നു, വിയറബിൾ സേഫ്റ്റി ഡിവൈസസ് വരുന്നു, ഓട്ടോമേഷനും വരുന്നു. ഇവയെല്ലാം ഒരു സ്ഥാപനത്തിന്റെ സേഫ്റ്റി സിസ്റ്റത്തെ മാറ്റിമറിക്കുന്നു. ടെക്നോളജിയും ഒരു എക്സ്റ്റേണൽ ഇഷ്യൂ ആണ്. കോവിഡ് പാൻഡമിക് ഓർക്കുന്നില്ലേ? ഒരു ദിവസം കൊണ്ട് ലോകം മാറി. മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്, വർക്ക് ഫ്രം ഹോം, ഹെൽത്ത് സ്ക്രീനിംഗ് എല്ലാം നിർബന്ധമായി. ഇതാണ് ഗ്ലോബൽ എക്സ്റ്റേണൽ ഇഷ്യൂ. ഇനി നമുക്ക് സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് വരാം. ഒരു ഹോസ്പിറ്റൽ എടുത്തോളൂ. പുറത്തെ നിയമങ്ങൾ രണ്ടിടത്തും ഒരുപോലെ. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ ആക്സിഡന്റ്സ് കുറവാണ്, മറ്റൊന്നിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇന്റേണൽ ഇഷ്യൂസ് ആണ്. ഇന്റേണൽ ഇഷ്യൂസ് എന്തെല്ലാമാണ്? ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ്. മാനേജ്മെന്റ് സേഫ്റ്റിക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു? റിസോഴ്സസ്. ആവശ്യമായ എക്യുപ്മെന്റ്സ് ഉണ്ടോ? ബഡ്ജറ്റ് ഉണ്ടോ? കോമ്പിറ്റന്റ് എംപ്ലോയീസ് ഉണ്ടോ? ട്രെയിനിങ് ലഭിക്കുന്നുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ശരിയാണോ? സേഫ്റ്റി കൾച്ചർ എങ്ങനെയാണ്? എംപ്ലോയി ഹസാർഡ് റിപ്പോർട്ട് ചെയ്യാൻ ഭയപ്പെടുന്നുണ്ടോ? മെയിന്റനൻസ് ശരിയാണോ? കോൺട്രാക്ട് മാനേജ്മെന്റ് നല്ലതാണോ?
ഇവയെല്ലാം ഇന്റേണൽ ഇഷ്യൂസ് ആണ്. ഈ ഇന്റേണൽ ഇഷ്യൂസിനെ കണ്ടെത്താൻ വളരെ നല്ലൊരു ടൂൾ ഉണ്ട്, SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്നാൽ S എന്നത് സ്ട്രെങ്ത്, ഉദാഹരണത്തിന് എക്സ്പീരിയൻസ് എംപ്ലോയീസ്, ഗുഡ് സേഫ്റ്റി കൾച്ചർ, മോഡേൺ എക്യുപ്മെന്റ്. W എന്നാൽ വീക്ക്നെസ്, ട്രെയിനിങ് കുറവാണ്, ഓൾഡ് മെഷീനറി, ഹൈ എംപ്ലോയി ടേൺ ഓവർ, പുവർ മെയിൻ്റനൻസ്. O എന്നത് ഓപ്പർച്യൂണിറ്റി, ന്യൂ ടെക്നോളജി, ഡിജിറ്റൽ സേഫ്റ്റി സിസ്റ്റം, ഗവൺമെന്റ് സേഫ്റ്റി പ്രോഗ്രാം. T എന്നാൽ ത്രെറ്റ്സ്, കോമ്പറ്റീഷൻ, ലേബർ ഷോർട്ടേജ്, ഏജിംഗ് എക്യുപ്മെന്റ്, സപ്ലൈ ചെയിൻ പ്രോബ്ലംസ്. ഈ SWOT അനാലിസിസ് മുഴുവൻ സ്ഥാപനത്തിനും ചെയ്യാം, ഒരു ഡിപ്പാർട്ട്മെന്റിനും ചെയ്യാം, ഒരു പ്രോസസ്സിനും ചെയ്യാം. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. ഒരു ഓയിൽ ഫീൽഡ് സർവീസ് കമ്പനി എടുത്തോളൂ. എക്സ്റ്റേണൽ ഇഷ്യൂസ്, എക്സ്ട്രീം ഹീറ്റ്, ന്യൂ ഗവൺമെന്റ് റെഗുലേഷൻ, ഇന്റർനാഷണൽ കസ്റ്റമർ റിക്വയർമെന്റ്, ഓയിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ, ന്യൂ ടെക്നോളജീസ്. ഇന്റേണൽ ഇഷ്യൂസ്, എക്സ്പീരിയൻസ് എഞ്ചിനീയേഴ്സ് ഇല്ല, സ്ട്രോങ് ലീഡർഷിപ്പ് ഇല്ല, ലിമിറ്റഡ് മാൻ പവർ, ഓൾഡ് എക്യുപ്മെന്റ്, കോൺട്രാക്ടർ കോമ്പിറ്റൻസി ഇഷ്യൂസ്. മാനേജ്മെന്റ് ഇത് എല്ലാം പഠിക്കുന്നു. അതിനുശേഷം ഹീറ്റ് സ്ട്രെസ് പ്രോഗ്രാം തുടങ്ങുന്നു, വർക്കിംഗ് അവേഴ്സ് മാറ്റുന്നു, ന്യൂ എക്യുപ്മെന്റ് വാങ്ങുന്നു, ട്രെയിനിങ് വർദ്ധിപ്പിക്കുന്നു, കോൺട്രാക്ടേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, സേഫ്റ്റി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. കാണുന്നില്ലേ, ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം മാത്രമല്ല അവർ പ്രവർത്തിച്ചത്, ആക്സിഡന്റ് വരാതിരിക്കാനാണ് അവർ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയത്. അതാണ് ക്ലോസ് 4.1. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തെല്ലാം മനസ്സിലായി? ISO 45001 തുടങ്ങുന്നത് ഡോക്യുമെന്റ്സ് എഴുതുന്നതിലൂടെയല്ല, പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുന്നതിലൂടെയല്ല, ഓഡിറ്റ് നടത്തുന്നതിലൂടെയുമല്ല. ആദ്യം നമ്മുടെ സ്ഥാപനത്തെ മനസ്സിലാക്കുക, പുറത്തെ സാഹചര്യത്തെ മനസ്സിലാക്കുക, ഉള്ളിലെ ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ ഒരു ശക്തമായ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് നിർമ്മിക്കാൻ കഴിയൂ. അടുത്ത എപ്പിസോഡിൽ ക്ലോസ് 4ലെ മറ്റൊരു പ്രധാന റിക്വയർമെന്റ് ആയ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അവരുടെ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ എന്താണ്, ISO 45001 എന്തുകൊണ്ടാണ് വർക്കേഴ്സിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റഡ് പാർട്ടിയായി കാണുന്നത്, ഇവയെല്ലാം വളരെ ലളിതമായി അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ISO, QHSE, ഇന്റേണൽ ഓഡിറ്റ് എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ പ്രായോഗിക ട്രെയിനിങ്ങുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ഓർക്കൂ, സുരക്ഷിതമായ ഒരു ജോലി സ്ഥലം സൃഷ്ടിക്കുന്നത് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ മാത്രം അല്ല, ആദ്യം നമ്മുടെ സ്ഥാപനത്തിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നതിലൂടെയാണ്.